ജയ 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 ഹേ എന്ന സിനിമയ്ക്ക് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചിരിക്കാനും സംഭവങ്ങളും കാര്യങ്ങളൊക്കെയുള്ള കുറച്ചൊക്കെ ഇമോഷൻസൊക്കെയുള്ള ഒരു നല്ലൊരു മൂവിയായിട്ടാണ് സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എങ്കിലും കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ടായിരുന്നു. സിനിമയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് കല്യാണത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ്. കുറച്ചുപേർ കല്യാണം മുടക്കാനായിട്ടും കുറച്ചുപേർ നടത്താനായിട്ടൊക്കെ ശ്രമിക്കുന്നു. എങ്ങനെ ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തുന്നു, ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെയാണ് സിനിമയുടെ പറഞ്ഞു പോകുന്നത്. അത് തന്നെയാണ് നിങ്ങൾ ട്രെയിലറിലൂടെയും കണ്ടിട്ടുണ്ടായിരിക്കുക. സിനിമയിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് വിപിൻ ദാസ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിഷൻ എന്താണ്, അദ്ദേഹം എങ്ങനെ ഈ ഒരു സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പൃഥ്വിരാജിൻ്റെ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകൾ കഴിയും തോറും അദ്ദേഹം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് നല്ല രസകരമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഓൾസോ ദീപു പ്രദീപ് എന്ന് പറയുന്ന ആളുടെ റൈറ്റിങ്ങും ഇവിടെ എടുത്ത് പറയണം, അതും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ സിനിമയായിട്ടുള്ള കുഞ്ഞിരാമായണം ആണെങ്കിലും പ്രീസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പേരിലൂർ പ്രീമിയർ ലീഗ്. അതിനൊക്കെ ശേഷം അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് നല്ല ഫ്ലോയിലൂടെയാണ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് കാര്യങ്ങളൊക്കെ കിടിലനായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയണം എന്ന് തോന്നി. ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും ആ ഒരു പങ്ക് അത് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പെർഫോമൻസ് സൈഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിൽ ജോസഫാണ് അഴിഞ്ഞാടിയിട്ടുള്ളത്. ആൾക്ക് പുട്ടുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു റോളായിരുന്നു. സൂപ്പർബായിട്ട് ബേസിൽ ജോസഫ് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമഡി കാര്യങ്ങൾ അങ്ങോട്ട് ചില സമയത്ത് അങ്ങോട്ട് ഏൽക്കാത്ത പോലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്യണ പോലെ നമുക്കത് ഒരു ഈസിനെസ്, ആ ഒരു ഫ്ലോ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ചില സ്ഥലത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമയുടെ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ എന്നൊരു ഫേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവെൽ വരെ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര കിടിലനായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി പൃഥ്വിരാജിൻ്റെയും ബേസിൻ്റെ ഒക്കെ കോമ്പിനേഷൻ സീൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്തുള്ള സീൻസൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി പൃഥ്വിരാജ് ആണെന്നുണ്ടെങ്കിലും അത് ഫസ്റ്റ് ഹാഫ് സത്യം പറയാച്ച പോയത് അറിഞ്ഞില്ല. അത്രയും സ്മൂത്തായിട്ട് വളരെ എൻജോയബിൾ ആയിട്ടുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള കുറേ കോമഡീസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നല്ല രസകരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടായിരുന്നു ഇൻ്റർവെൽ ബ്ലോക്ക് വരെ വളരെ രസകരമായിട്ടുള്ള രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കോമഡീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഫോഴ്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. കാസ്റ്റുകളാണെന്നുണ്ടെങ്കിലും ചില സിനിമയിലെ റെഫറൻസുകൾ ആണെന്നുണ്ടെങ്കിലും ഒക്കെ കുറച്ച് കൂടുതലായി പോയില്ലേ, ഇത് ഓവറായില്ലേ, എന്തിനത് കുത്തിക്കയറ്റി ചെയ്ത് എന്നൊക്കെ ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവരെ കൂടാതെ അനശ്വരയാണെന്നുണ്ടെങ്കിലും നിഖില വിമൽ, അതുപോലെ തന്നെ സാഫ് ബ്രോസ് വരുന്നുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ജഗദീഷ് വരുന്നുണ്ട്, ബൈജു വരുന്നത്, ഇവരെല്ലാവരുടെയും റോളുകൾ എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയിലൊരു പ്ലസ് പോയിന്റ് തന്നെ പറയുന്നത് ഒരുപാട് കാസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. അതൊക്കെ കിഡിലനായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന കാസ്റ്റുകളാണ്. കുറച്ച് നേരമാണ് അവരുടെ റോൾ എന്നുണ്ടെങ്കിലും ആ ഒരു റോൾ അവർ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ളൊരു കാസ്റ്റിംഗ് ചെയ്തത് കൊണ്ട് തന്നെ പെർഫോമൻസ് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് വരും. കാരണം ഈ ഒരു സിനിമയുടെ പ്ലോട്ടിലോ കാര്യങ്ങളിലോ വലിയ പുതുമ ഒന്നും പറയാനായിട്ടില്ല. ഇതേപോലെയുള്ള ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോറികൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സംഭവങ്ങൾ പല മലയാളത്തിൽ തന്നെ പല സിനിമകൾ ഇതേപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. കല്യാണവുമായി ബന്ധപ്പെട്ട് വരുന്ന പല സിനിമകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും പുതുമകളില്ല എന്നുണ്ടെങ്കിലും പെർഫോമൻസ് സൈഡ് അടിപൊളിയായിട്ട് വന്നതുകൊണ്ടും അല്ലെങ്കിൽ നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഡയറക്ഷൻ കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് അടിപൊളിയായിട്ടുള്ളത്. കാരണം ഫസ്റ്റ് ഹാഫിനെ സംബന്ധിച്ചിടത്തോളം ചില കോമ്പിനേഷൻ സീൻസ് ഈ സ്പ്ലിറ്റ് സ്ക്രീനായിട്ട് കാണിക്കുന്ന ചില സീനുണ്ട്. അത് ബേസിലും അനശ്വരയാണെന്നുണ്ടെങ്കിലും ബേസിലും പൃഥ്വിരാജ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ഭയങ്കര ക്രിയേറ്റീവായിട്ട് തോന്നിയിരുന്നു. ചില സീനുകളിൽ ഇവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നമ്മളിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിനിമയ്ക്ക് സ്വന്തമായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് ആ ഒരു സീൻ കുറച്ചും കൂടി അടിപൊളിയാക്കാമെന്നുണ്ടെങ്കിലും പഴയ കാലത്തെ പല സോങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സീൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ സംഭവങ്ങൾ കാര്യങ്ങൾ, എസ്പെഷ്യലി പൃഥ്വിരാജിൻ്റെയും ബേസിൻ്റെയും കുറച്ച് സീൻസ് കാര്യങ്ങൾ കാണിച്ചതൊക്കെ അതൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് ഭയങ്കര രസകരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പഴയ പാട്ടുകൾ, അഴകിയ ലൈല എന്ന് പറഞ്ഞ പാട്ടും അവർ തന്നെ കുറച്ച് പാട്ടുകൾ സിനിമയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താ പറയുക, വളരെ രസകരമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മ്യൂസിക് ചെയ്തിരിക്കുന്ന അനീത് മേനോൻ അത് കടിലനായിട്ട് തന്നെ ആ ഒരു പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോൾ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് എത്തിയപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. നമുക്ക് ഇൻ്റർവെൽ പഞ്ചിൽ കിട്ടിയ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു സംഭവം സെക്കൻഡ് ഹാഫിൽ കിട്ടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഫോഴ്സ്ഡായിട്ട് ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്നുള്ളതാണോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് ഓവറായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചെയ്തതാണോ എന്നറിയില്ല. കുറച്ച് ഓവറായ പോലെയാണ് എനിക്ക് ക്ലൈമാക്സ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത്രയും ഓർഗാനിക്കായിട്ട് നാച്ചുറലായിട്ട് ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അത് അതിലൂടെ കൺവേ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്ത് ഓക്കെ ഇങ്ങനെയാണ് എന്ന് കാണിക്കുന്നത് അതും അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് പെട്ടെന്ന് അങ്ങോട്ട്
സ്വിച്ച് ഇട്ട പോലെ ചില കാര്യങ്ങൾ മാറ്റം വന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൂവിയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സിനിമ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഒന്നും കാണുന്ന സമയത്ത് ഇങ്ങനെ സിനിമ കാണാനേ തോന്നുന്നത് ശരിക്കും നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ് ആയിട്ട് ശരിക്കും ഇങ്ങനെ കണ്ട് ചിരിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തു പോയി. അത്രയും കിടലനായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ അങ്ങനെ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു തിയേറ്റർ വാച്ചാണെന്നുള്ളതിൽ യാതൊരു വിധ സംശയമില്ല. നിറഞ്ഞ ഓഡിയൻസിനോടൊപ്പം ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ കാര്യങ്ങളും സിനിമയിലുണ്ട്. എന്ന് കരുതിയിട്ട് പൊട്ടിച്ചിരിച്ച് മറയാനുള്ള സംഭവം എന്നല്ല ഞാൻ പറഞ്ഞത്. ത്രൂ ഔട്ടായിട്ടുള്ള അങ്ങനെയില്ല. എന്നാലും നമുക്ക് ചിരിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയിലുണ്ട്. എനിക്ക് സിനിമ എൻജോയ് ചെയ്തു. പക്ഷേ എനിക്ക് ക്ലൈമാക്സിലോട്ട് എത്തിയപ്പോൾ അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് മൂവി. തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാനായിട്ടുള്ള ഒരു സിനിമയുണ്ട് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. സോ ഈ ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.